ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 61. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയാണ് ജനാഭിമുഖ കുർബാന. ഇത് ഞാൻ പറയുന്നതല്ല, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നതാണ്. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1066 മുതലുള്ള പാരഗ്രാഫുകൾ, ആർട്ടിക്കിളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധനക്രമത്തിന്റെ അഥവാ ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് 1077 മുതൽ 1053 വരെയുള്ള പാരഗ്രാഫുകളിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 1050 നമ്മൾ ധ്യാന വിഷയമാക്കിയത്. ആശീർവാദത്തിന്റെ കഥയാണ് ബൈബിള്, ആശീർവാദത്തിലേക്കുള്ള പ്രവേശനമാണ് ലിറ്റർജി. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ലിറ്റർജിയുടെ ഉത്ഭവം ദൈവപിതാവിൽ നിന്നാണ്, അതിന്റെ ഉറവിടം ദൈവപിതാവാണ്, ലക്ഷ്യം ദൈവപിതാവാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് ഇന്ന് 1081 ഈ ലിറ്റർജിയുടെ, ക്രിസ്തീയ ലിറ്റർജിയുടെ ഒരുക്കം പഴയ നിയമത്തില്, പഴയ ഉടമ്പടിയിൽ എങ്ങനെയാണ് എന്നതാണ് ഈ പാരഗ്രാഫിൽ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ചരിത്രത്തിൽ ചില പ്രത്യേക സംഭവങ്ങളിലൂടെ ക്രിസ്തീയ ലിറ്റർജിക്കുള്ള പശ്ചാത്തലം സജ്ജമാക്കപ്പെടുന്നു. നമുക്ക് ആ പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് അതിന്റെ ഒരു വിശദീകരണം ഞാൻ നൽകാം. 1051 കത്തോലിക്ക സഭയുടെ മതബോധനം. The divine blessings were made manifest in astonishing and saving events: the birth of Isaac, the escape from Egypt, Passover and Exodus, the gift of the promised land, the election of David, the presence of God in the temple, the purifying exile, and return of a small remnant. The law, the prophets, and the psalms, interwoven in the liturgy of the chosen people, recall these divine blessings and at the same time respond to them with the blessings of praise and thanksgiving. ദൈവിക അനുഗ്രഹങ്ങൾ ഞെട്ടിക്കുന്നതും രക്ഷിക്കുന്നതുമായ സംഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു. ഇസഹാക്കിന്റെ ജനനം, ഈജിപ്തിൽ നിന്നുള്ള രക്ഷപ്പെടല്, പെസഹായും പുറപ്പാടും, വാഗ്ദാനദേശം എന്ന സമ്മാനം, ദാവീദിന്റെ തിരഞ്ഞെടുപ്പ്, വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവജനത്തെ ശുദ്ധീകരിച്ച ബാബിലോൺ പ്രവാസം, ഒരു ചെറിയ ശിഷ്ടഭാഗത്തിന്റെ തിരിച്ചുവരവ്, മോശയുടെ ന്യായപ്രമാണം, പ്രവാചകന്മാരുടെ ഭാഷണങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഇവയെല്ലാം ദൈവജനത്തിന്റെ ലിറ്റർജിയിൽ ഇഴചേർത്ത് നെയ്യപ്പെട്ടു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുന്നതോടൊപ്പം പ്രതിസ്പന്ദമായി സ്തുതിയുടെയും നന്ദിയുടെയും പുകഴ്ത്തലുകൾ ദൈവജനത്തിൽ നിന്നുണ്ടായി. ഇതിൽ ഇസഹാക്കിന്റെ ജനനം, ഈ ഞെട്ടിക്കുന്നതും രക്ഷിക്കുന്നതുമായ സംഭവങ്ങളിൽ പലത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതില് ഇസഹാക്കിന്റെ ജനനം, അത് നമ്മൾ അതിന്റെ ഒരു ഈ ലിറ്റർജിയിലേക്കുള്ള സൂചന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അതായത് നമ്മൾ കത്തിയെടുത്തു, തീയെടുത്തു, വിറകെടുത്തു, ബലിക്കുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ഇസഹാക്ക് ചോദിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞ ആ വാക്കുകൾ അല്ലേ, യാഹ്വേ ഈരേ, ദ ലോർഡ് വിൽ പ്രൊവൈഡ് ദ ലാം, ദ ലോർഡ് ഹിംസെൽഫ് വിൽ പ്രൊവൈഡ് ദ ലാം ഫോർ ദ സാക്രിഫൈസ്. കർത്താവ് തന്നെ ബലിക്കുള്ള ആടിനെ തരും. പക്ഷെ അത് ഹീബ്രുവിൽ വേറൊരു തരത്തിൽ തർജ്ജമ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ദ ലോർഡ് വിൽ പ്രൊവൈഡ് ദ ലാം ഹിംസെൽഫ് ഫോർ ദ സാക്രിഫൈസ്. കർത്താവ് ബലിക്കുള്ള കുഞ്ഞാടായി തന്നെ നൽകും. ബലിക്കുള്ള കുഞ്ഞാടിനെ കർത്താവ് തന്നെ തരുമെന്നല്ല, കർത്താവ് തന്നെ കുഞ്ഞാടായി തന്നെ നൽകും. ബലിക്കുള്ള ആടായി ഇടയനായ കർത്താവ് തന്നെ വരും. അവൻ തന്നെ, ഇടയൻ തന്നെ കുഞ്ഞാടായി വന്ന് തന്നെ ബലിയർപ്പിക്കും. പക്ഷെ അന്ന് അബ്രഹാമിന് അത് മുഴുവൻ മനസ്സിലായില്ല. ദൈവപിതാവ് തന്റെ പുത്രനെ അയച്ച് ലോകത്തിന്റെ പാപം ചുമലിൽ വഹിക്കുന്ന കുഞ്ഞാടായി അവനെ അയച്ച് അവൻ കുരിശില് ബന്ധിക്കപ്പെട്ട് മരിച്ചപ്പോഴാണ് അബ്രഹാമിനോട് കൊടുത്ത ആ വാഗ്ദാനത്തിന്റെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ വായിലൂടെ വന്ന വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലായത്. അതുവരെ അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ വായിലൂടെ വന്ന വചനത്തിന്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഈജിപ്തിൽ നിന്നുള്ള രക്ഷപ്പെടല്, പെസഹായും പുറപ്പാടും, അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇതില് ഈ പെസഹായും പുറപ്പാടും ഇതേക്കുറിച്ച്
ലിറ്റർജിയുടെ ആത്മാവ് അഥവാ ലിറ്റർജിയുടെ ചൈതന്യം എന്ന പേരിൽ ഒരു പുസ്തകം ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി. വളരെ മനോഹരമായ ഒരു പുസ്തകമാണത്. മലയാളത്തിൽ അത് ഇങ്ങനെ ലിറ്റർജിയുടെ ചൈതന്യം മാർത്തോമ വിദ്യാനികേതൻ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് 3 പേര് കൂടി തർജ്ജമ ചെയ്തിട്ടുണ്ട്. KC ആന്റണി കിഴക്കവീട്, പ്രൊഫസർ തോമസ് കണയംപ്ലാവൻ, പ്രൊഫസർ OM മാത്യു ഓരുവട്ടിത്തറ എന്ന് പറഞ്ഞുള്ള 3 പേര് മാർത്തോമ വിദ്യാനികേതൻ അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലിറ്റർജിയുടെ ചൈതന്യം എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന തർജ്ജമ. ലിറ്റർജിയുടെ ആത്മാവ് എന്നാണ് ഞാൻ കൊടുക്കുക, ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. അതിൽ ഏതാനും ഈ പെസഹായും പുറപ്പാടും അതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന സംഗതി വളരെ ഗംഭീരമായ ഒരു വ്യാഖ്യാനവും നിരീക്ഷണവുമാണ്. അത് വളരെ വിശദമായി കേൾക്കണം. ഞങ്ങളുടെ പലരുടെയും കയ്യിൽ പുസ്തകമുണ്ട്. ഞാൻ വായിക്കുന്നത് 3-ാമത്തെ പേജ് മുതലാണ്. 3 മുതൽ 6 വരെ പേജും 11 തൊട്ട് 13 വരെ പേജുകളാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വലിയ വ്യാഖ്യാനമില്ലാതെ തന്നെ നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കേൾക്കും എന്നുള്ള പ്രതീക്ഷയിൽ 2, 3, 4, 5 പ്രാവശ്യം കേൾക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. വളരെ ചുരുക്കം ചില സംഗതികൾ മാത്രം ഞാനൊന്ന് ഊന്നി പറയും. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽക്കാരുടെ പലായനത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ വിവരണങ്ങളിലും അതുപോലെ തന്നെ പലായനത്തിന്റെ തന്നെ വിവരണങ്ങളിലും പുറപ്പാട് പുസ്തകത്തിന് വ്യതിരിക്തമായ 2 ലക്ഷ്യങ്ങളുള്ളതായി കാണുന്നു. ഇതിൽ ആദ്യത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വന്തം മണ്ണിലും ഭൂപ്രദേശത്തും സുരക്ഷിതമായ അതിർത്തിയോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഇസ്രായേൽക്കാർ ഒരു ജനതയായി ജീവിക്കാൻ പോകുന്ന വാഗ്ദാന നാട്ടിലേക്കുള്ള അവരുടെ എത്തിച്ചേരലാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ലക്ഷ്യവും ഉള്ളതായി നമ്മൾ ആവർത്തിച്ച് കാണുന്നു. ഫറവോയോടുള്ള ദൈവത്തിന്റെ ആദ്യ കൽപ്പന ഇപ്രകാരമായിരുന്നു: മരുഭൂമിയിൽ എന്നെ ശുശ്രൂഷിക്കാൻ എന്റെ ജനത്തെ അയക്കുക. പുറപ്പാട് 7:16. എന്നെ ശുശ്രൂഷിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്നുള്ള വാക്കുകൾ ചെറിയ വ്യത്യാസങ്ങളോടെ 4 പ്രാവശ്യം മോശയും അഹറോനും ഫറവോയെ കണ്ടുമുട്ടുമ്പോഴെല്ലാം ആവർത്തിക്കുന്നു. പുറപ്പാട് 8:1, 9:1, 9:13, 10:3. ഫറവോയോടുള്ള സന്ധി സംഭാഷണങ്ങളുടെ പുരോഗതിയിൽ ഈ ലക്ഷ്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ഒത്തുതീർപ്പിനുള്ള സന്നദ്ധത ഫറവോ പ്രകടിപ്പിക്കുന്നുണ്ട്. ഫറവോയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽക്കാരുടെ ആരാധന സ്വാതന്ത്ര്യമായിരുന്നു വിഷയം. അത് ഒന്നാമതായി സമ്മതിച്ചുകൊണ്ട് ഫറവോ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പോയി രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിനെ ബലിയർപ്പിച്ചുകൊള്ളുവിൻ. പുറപ്പാട് 8:25. പക്ഷേ ദൈവകൽപ്പനയോട് വിധേയപ്പെട്ട് ആരാധിക്കുവാനായി പുറത്തു പോകണമെന്ന് മോശെ ശഠിക്കുന്നു. മാർപ്പാപ്പ പറയാത്തൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈജിപ്തിന് പുറത്തു പോകണമെന്ന് പറയുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ബലിയാണ്, മൃഗബലി. അന്ന് മൃഗബലി, ശരിക്കുള്ള ബലി വരുന്നതിന് പൂർവ്വരൂപമായിട്ട് ബലി അല്ലാതെ ബലി മാത്രമാണ് ഏകസത്യ ദൈവത്തിനുള്ള ആരാധന. അല്ലാതെ കുമ്പിടുന്നതോ കൈകൊട്ടുന്നതോ അതൊന്നുമല്ല. ബലിയാണ് യഥാർത്ഥ ആരാധന. എന്താണ് ബലി ചെയ്യേണ്ടത്? ബലി കൊടുക്കേണ്ടത് മൃഗത്തെയാണ്. അന്ന് ശരിക്കുള്ള ഏക ബലി ക്രിസ്തുവിന്റെ ബലിയിലേക്കുള്ള പൂർവ്വരൂപം. ക്രിസ്തു വരുന്നത് വരെ അപ്പം മൃഗബലികളാണ്. മൃഗങ്ങളെ ദൈവങ്ങളായിട്ടാണ് ഈജിപ്തുകാർ കണ്ടിരുന്നത്. അവർ ആരാധിച്ചിരുന്നു. അപ്പൊ അവരുടെ ദൈവത്തെ കൊല്ലുക എന്നൊരർത്ഥം വരും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പശുവിനെ കൊന്നാൽ ചില സംസ്ഥാനങ്ങളിൽ പ്രശ്നമാണ്. എന്താ കാര്യം? പശു ദൈവമാണ്. അപ്പോ പശുവിറച്ചി പുറത്തേക്ക് കയറ്റി അയക്കാം, പക്ഷെ ഇന്ത്യയിൽ പലയിടത്തും പറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ പശു ദേവിയാണ്, ദൈവമായതുകൊണ്ട് അവിടെ പശുവിന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊല്ലുക എന്നർത്ഥം വരും. ഇതേ പ്രശ്നം ഈജിപ്തിലുണ്ടായിരുന്നു. മൃഗബലികളാണ് ഇസ്രായേൽക്കാര് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയായിട്ട് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ മൃഗങ്ങളെ ദൈവങ്ങളായിട്ടും ദേവിമാരും ദേവന്മാരുമായിട്ടാണ് ഈജിപ്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോകണം, രാജ്യത്തിന് പുറത്തു പോകണം എന്ന് മോശെ പറയുന്നത്. പക്ഷെ ദൈവകൽപ്പനയോട് വിധേയപ്പെട്ട് ആരാധിക്കുവാനായി പുറത്തു പോകണമെന്ന് മോശെ ശഠിക്കുന്നു. ആരാധനയ്ക്കുള്ള ശരിയായ സ്ഥലം മരുഭൂമിയാണ്. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കട്ടെ. പുറപ്പാട് 8:27. ബാധകൾക്ക് ശേഷം ഫറവോ തന്റെ ഒത്തുതീർപ്പുകൾ വലിച്ചു നീട്ടുകയാണ്. അവരുടെ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് മരുഭൂമിയിൽ ആരാധന നടത്തുന്നതിന് സമ്മതിക്കുന്നു. പക്ഷേ പുരുഷന്മാർ മാത്രമേ പോകാവൂ എന്നും സ്ത്രീകളും കുട്ടികളും അവരുടെ കന്നുകാലികളും ഈജിപ്തിൽ തന്നെ തങ്ങണമെന്നും ഫറവോ ആഗ്രഹിച്ചു.
ആരാധനയിൽ പുരുഷന്മാർക്ക് മാത്രം സജീവ പങ്കാളിത്തമുള്ള അക്കാലത്ത് മതപരമായ സമ്പ്രദായങ്ങളെ ഫറവോ ഇതിലെ അംഗീകരിക്കുകയാണ്. എന്നാൽ ദൈവാരാധന സംബന്ധിച്ച് ഒരു വിദേശ ശക്തിയുമായി ഒത്തുതീർപ്പ് നടത്തുന്നതിനോ ദൈവാരാധന ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പിന് വിധേയമാക്കുന്നതിനോ മോശയ്ക്ക് കഴിയുമായിരുന്നില്ല. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നത് രാഷ്ട്രീയ പ്രായോഗികതയുടെ തലത്തിൽ വരുന്ന കാര്യമല്ല. ഇതൊന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നത് രാഷ്ട്രീയ പ്രായോഗികതയുടെ സമവായത്തിന്റെ തലത്തിൽ വരുന്ന കാര്യമല്ല. അതിന്റെ മാനദണ്ഡം അതിനുള്ളിൽ തന്നെ ഉൾക്കൊണ്ടതാണ്. അതായത് ദൈവത്തിൽ ആശ്രയിച്ച് വെളിപാടിന്റെ മാനദണ്ഡമനുസരിച്ചേ അതിനെ ക്രമപ്പെടുത്താനാകൂ. ദൈവത്തിൽ ആശ്രയിച്ച് വെളിപാടിന്റെ മാനദണ്ഡമനുസരിച്ചേ ലിറ്റർജിയുടെ മാനദണ്ഡം ക്രമപ്പെടുത്താനാവൂ. സമവായത്തിന്റെ ചട്ടക്കൂടിലും രാഷ്ട്രീയ പ്രായോഗികതയുടെ അടവ നയത്തിലും ലിറ്റർജിയെ ചേർക്കാൻ പറ്റില്ല, ലിറ്റർജി ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭൗമിക രാജാവിന്റെ മൂന്നാമത്തെയും വളരെ ദൂരവ്യാപകമായ ഒത്തുതീർപ്പ് നിർദ്ദേശവും തിരസ്കരിക്കപ്പെട്ടത്. പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും കുട്ടികളും പോകുന്നതിന് ഫറവോ അനുവദിക്കുന്നു. നിങ്ങളുടെ കന്നുകാലികളും ആടുകളും മാത്രം ഇവിടെ നിൽക്കട്ടെ, ഫറവോ പറഞ്ഞു. പുറപ്പാട് 10:24. മോശ ഇതിനെയും എതിർക്കുന്നു. ഞങ്ങളുടെ കന്നുകാലികളും കൂടെ പോരണം, കാരണം കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പുറപ്പാട് 10:26. ഇവയിലെല്ലാം വാഗ്ദത്ത ഭൂമിയല്ല വിഷയം. പുറപ്പാടിന്റെ ഏക ലക്ഷ്യം ആരാധനയാണ്, ലിറ്റർജിയാണ്. അതാകട്ടെ ദൈവത്തിന്റെ മാനദണ്ഡമനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അതിനാൽ അത് രാഷ്ട്രീയ ഒത്തുതീർപ്പാകുന്ന മത്സരക്കളിയുടെ നിയമങ്ങളെ ഒഴിവാക്കുന്നതാണ്. എറണാകുളത്തെ എല്ലാ വൈദികരും ഇതൊന്ന് വായിക്കണം, അൽമായമുന്നേറ്റക്കാരും ഇതൊന്ന് കേൾക്കണം, വായിക്കണം. മറ്റെല്ലാ ജനതകളെയും പോലെ ഒരു ജനമാകുന്നതിന് വേണ്ടിയല്ല, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത്. അതായിരുന്നു അവരുടെ പ്രയാണത്തിന്റെ ലക്ഷ്യം. അപ്പോഴും അജ്ഞാതമായ ദൈവത്തിന്റെ പർവ്വതമായിരുന്നു അവരുടെ ലക്ഷ്യം. ദൈവാരാധനയായിരുന്നു അവരുടെ ലക്ഷ്യം. ആരാധനയെ ചുറ്റിപ്പറ്റി ഫറവോയുമായി നടത്തിയ സന്ധി സംഭാഷണങ്ങളെല്ലാം തന്ത്രപരമായിരുന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ചേക്കാം. ഇതൊക്കെ സൂത്രമല്ലേ? ഈജിപ്ത് പുറത്ത് കടക്കാൻ വേണ്ടിയുള്ള അടവ് നയമായിരുന്നില്ലേ, മോശയുടെ അടവ് നയമായിരുന്നില്ലേ എന്നൊക്കെ വേണേ പറയാം. ആത്യന്തികമായി പുറപ്പാടിന്റെ യഥാർത്ഥ ലക്ഷ്യം, അതിന്റെ ഒരേയൊരു ലക്ഷ്യം ആരാധനയല്ല, മറിച്ച് രാജ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇതായിരുന്നല്ലോ അബ്രഹാമുമായി നടത്തിയ വാഗ്ദാനത്തിന് യഥാർത്ഥ ഉള്ളടക്കം. ബൈബിൾ ഭാഗങ്ങളുടനീളം നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം ഇതോട് ചേർന്ന് പോകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർപ്പാപ്പ പറയാണ്, ആരാധനയും രാജ്യവും തമ്മിൽ വേർതിരിച്ച് കാണുന്നതിൽ അർത്ഥമില്ല. സത്യദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമായിട്ടാണ് ജനത്തിന് രാജ്യം നൽകപ്പെട്ടത്. വാഗ്ദാന നാട് നൽകപ്പെട്ടത് സത്യദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമായിട്ടാണ്. രാജ്യത്തിന്റെ വെറും കൈവശ അവകാശം, വെറും രാഷ്ട്രീയ സ്വയംഭരണ അവകാശം ഇസ്രായേലിനെ മറ്റ് രാജ്യങ്ങളുടെ നിലയിലേക്ക് തന്നെ തരം താഴ്ത്തുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പിൽ വ്യതിരിക്തമായതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാകും. അതുകൊണ്ട് സ്വന്തമായിട്ട് രാജ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പുറപ്പാട് പോയതെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. സത്യദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ് വാഗ്ദാന ദേശം. രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുള്ളതും ദിനവൃത്താന്തത്തിൽ പുതിയ ഉൾക്കാഴ്ചയോടെ വിശദീകരിച്ചിട്ടുള്ളതുമായ ചരിത്രത്തിന്റെ മുഴുവൻ ലക്ഷ്യം തന്നെ രാജ്യത്ത് അതിനുവേണ്ടി മാത്രമേ പരിഗണിക്കുന്നുള്ളൂവെങ്കിൽ അത് അനിശ്ചിതമായ ഒരു നന്മയായിരിക്കുമെന്ന് കാണിക്കുക എന്നതാണ്. അത് ശരിയായ നന്മയും യഥാർത്ഥ ദാനവും പൂർത്തീകരിച്ച വാഗ്ദാനമായി തീരുന്നത് ദൈവം ഭരിക്കുന്ന സ്ഥലമാകുമ്പോഴാണ്. ദൈവം ഭരിക്കുന്ന സ്ഥലമാകുമ്പോൾ അപ്പോൾ അത് കേവലം സ്വതന്ത്ര രാഷ്ട്രമോ മറ്റോ അല്ല, മറിച്ച് ദൈവികതം അനുവർത്തിക്കുന്നതും ശരിയായ മനുഷ്യാസ്തിത്വം വികസിച്ചു വരുന്നതുമായ അനുസരണത്തിന്റെ ലോകമായിരിക്കും. പുറപ്പാടിന്റെ രണ്ട് ലക്ഷ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൃത്യമായി നിർവചിക്കുന്നതിന് ചില ബൈബിൾ ഭാഗങ്ങൾ നമ്മെ സഹായിക്കും. തങ്ങളുടെ അലഞ്ഞു തിരിയലിനിടയിൽ ദൈവം ആഗ്രഹിക്കുന്ന ബലിയർപ്പണത്തിന്റെ സ്വഭാവം ഇസ്രായേൽ കണ്ടെത്തുന്നത് ഫറവോയുമായുള്ള സംഭാഷണങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ 3 ദിവസങ്ങൾക്ക് ശേഷമല്ല, മറിച്ച് 3 മാസങ്ങൾക്ക് ശേഷം അവർ സീനായ് മരുഭൂമിയിൽ വന്ന ദിവസമാണ്. പുറപ്പാട് 19:1. 3-ാം ദിവസം ദൈവം മലമുകളിലേക്ക് ഇറങ്ങി വന്ന ജനങ്ങളോട് സംസാരിക്കുന്നു. പുറപ്പാട് 19:16-20. 10 കൽപ്പനകളിലൂടെ തന്റെ ഹിതം അവരെ അറിയിക്കുന്നു. പുറപ്പാട് 20:1-17. മോശയുടെ മധ്യസ്ഥതയിലൂടെ പുറപ്പാട് 24
സൂക്ഷ്മമായി നിയന്ത്രിതമായ ആരാധനയുടെ രൂപത്തിൽ ഒരു ഉടമ്പടി യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടു. ആരാധനയുടെ ലിറ്റർജിയുടെ രൂപത്തില് മരുഭൂമിയിൽ അലഞ്ഞുതിരിയലിന്റെ ലക്ഷ്യം ഫറവയോട് വിശദീകരിക്കപ്പെട്ടത് ഈ രീതിയിലാണ്, ലിറ്റർജിയുടെ രൂപത്തിലാണ് നിറവേറിയത്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവിടുത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ഇസ്രായേലിൽ പഠിച്ചു. ഭക്തി, അതായത് ശരിയായ അർത്ഥത്തിലുള്ള ലിറ്റർജി ഈ ആരാധനയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ദൈവാഭീഷ്ടമനുസരിച്ചുള്ള ജീവിതവുമാണത്. അങ്ങനെയുള്ളൊരു ജീവിതം യഥാർത്ഥ ദൈവാരാധനയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. മരുഭൂമിയിലെ പർവ്വതത്തിൽ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ട് വിശുദ്ധ ഇരണേവസ് പറയുന്നു, ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം, എന്നാൽ മനുഷ്യന്റെ ജീവൻ ദൈവദർശനമാണ്. ആത്യന്തികമായി മനുഷ്യ ജീവിതം തന്നെയാണ്, നീതിപൂർവകമായി ജീവിക്കുന്ന മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥ ആരാധന. ഇവിടെ ഞാനൊരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ സ്ഥലത്ത്, നസ്രത്തിൽ യേശു എന്ന പുസ്തകത്തില് റോമാലേഖനം 12:1 ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ വചനമാക്കുന്നതാണ്. നമ്മുടെ ശരീരം വചനമായി മാറുന്നതാണ് ബുദ്ധിയുള്ള ആരാധന. ഇതാണ് റോമാലേഖനം 12:1. അതായത് നമ്മുടെ വചനം, തിരുവചനം നമ്മളെ തുളച്ചു കയറുന്നു, നമ്മുടെ ശരീരത്തെ തുളച്ചു കയറുന്നു, നമ്മളതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ തന്നെ വചനമായി മാറുന്നു. ഇതുകൊണ്ടാണ് വിശുദ്ധരാണ് വേദഗ്രന്ഥത്തിന്റെ ശരിയായ വ്യാഖ്യാതാക്കൾ എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ തന്നെ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ വചനമായി മാറുന്നതാണ് യഥാർത്ഥ ആരാധന. ആത്യന്തികമായി മനുഷ്യ ജീവിതം തന്നെയാണ്, അതായത് നീതിപൂർവകമായി ജീവിക്കുന്ന മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥ ആരാധന. കാരണം നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം വചനമായി മാറുന്നതാണ് ബുദ്ധിയുള്ള ആരാധന. ബാക്കിയുള്ളതൊന്നും ബുദ്ധിയുള്ള ആരാധനയല്ല. ബുദ്ധിയുള്ള മനുഷ്യന്റെ ഏറ്റവും നല്ല ആരാധന നമ്മൾ തന്നെ വചനം ജീവിച്ച് വചനമായി മാറുന്നതാണ്. ഇതിനെയാണ് ജീവിക്കുന്ന മനുഷ്യൻ തന്നെ, നീതിപൂർവകമായി ജീവിക്കുന്ന മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥ ദൈവാരാധന എന്ന് പറയുന്നത്. പക്ഷേ ജീവിതം യഥാർത്ഥ ജീവിതമായി തീരുന്നത് ദൈവത്തെ നോക്കിക്കൊണ്ട് അതിന്റെ രൂപം സ്വീകരിക്കുമ്പോഴാണ്. ഈ ദർശനം പകർന്നു നൽകാനും ദൈവത്തിന് മഹത്വം നൽകത്തക്ക വിധം ജീവൻ നൽകാനും വേണ്ടിയാണ് ആരാധന നിലകൊള്ളുന്നത്. മനുഷ്യന് തനിച്ച് ആരാധന ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യൻ ശൂന്യതയെ മുറുകെ പിടിക്കുന്നത് പോലെയാകും. മോശെ ഫറവയോട് പറയുന്നു, എങ്ങനെയാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പുറപ്പാട് 10:26. എല്ലാ ആരാധനക്രമങ്ങളുടെയും അടിസ്ഥാനപരമായ ഒരു നിയമം ഈ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നു. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യന് തീർച്ചയായും തന്റെ ഉള്ളിലുള്ള ദൈവ അവബോധത്തിൽ നിന്നും അജ്ഞാത ദൈവത്തിന് നടപടി 17:23 അൾത്താര പണിയുവാൻ കഴിയും. തന്റെ ചിന്തയിലൂടെ ദൈവത്തിലേക്ക് കൈനീട്ടിപ്പിടിക്കാനും ദൈവത്തിലേക്കുള്ള വഴി തിരിച്ചറിയാനുള്ള ശ്രമം നടത്താനും അവന് കഴിയും. എന്നാൽ യഥാർത്ഥ ആരാധന നമുക്ക് ദൈവത്തെ എങ്ങനെ ആരാധിക്കാം എന്നതിനുള്ള ദൈവത്തിന്റെ പ്രതികരണവും വെളിപ്പെടുത്തലും അർത്ഥമാക്കുന്നു. ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി ദൈവചിന്തയുള്ളതുകൊണ്ട് അജ്ഞാത ദൈവത്തിന് ഒരു ബലിപീഠം പണിയാനൊക്കെ കഴിയും. പക്ഷെ യഥാർത്ഥ ആരാധനയോ യഥാർത്ഥ ലിറ്റർജിയോ ആകില്ല. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞതിന്റെ അർത്ഥം. ഏത് രൂപത്തിലായാലും ആരാധന ചില സുസ്ഥാപിത ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് നമ്മുടെ ഭാവനയിൽ നിന്നോ സർഗാത്മകതയിൽ നിന്നോ ഉരുത്തിരിയുന്നതല്ല. ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലും മറ്റങ്ങനെ ഇല്ലേ സ്വയം പ്രേരിത പ്രാർത്ഥന, ഭാവന, സർഗാത്മകത, അത് ശരിയല്ല. അങ്ങനെയായാൽ അത് കേവലം അന്ധകാരത്തിലൊരു നിലവിളിയാകും. സ്വയം പ്രേരിത പ്രാർത്ഥനകൾ അന്ധകാരത്തിലൊരു നിലവിളിയാകും. ഒരു സ്വയം സ്ഥിരീകരണമായി അവശേഷിക്കും. നമ്മളെ തന്നെ സമർത്ഥിക്കും, ദൈവത്തെയല്ല. ഏത് രൂപത്തിലായാലും ആരാധന ചില സുസ്ഥാപിത ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് നമ്മുടെ ഭാവനയിൽ നിന്നോ സർഗാത്മകതയിൽ നിന്നോ ഉരുത്തിരിയുന്നതല്ല. അങ്ങനെയായാൽ അത് കേവലം അന്ധകാരത്തൊരു നിലവിളിയോ ഒരു സ്വയം സ്ഥിരീകരണവുമായോ അവശേഷിക്കും. തന്നെ വെളിപ്പെടുത്തുകയും നമ്മുടെ അസ്തിത്വത്തിന് ഒരു പുതിയ മാർഗദർശനം നൽകുകയും ചെയ്യുന്ന അപരിണമായുള്ള ദൈവമായുള്ള യഥാർത്ഥ ബന്ധമാണ്
ആരാധന ഉൾക്കൊള്ളുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല ഇത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല ആരാധന. ആരാധന എന്ന സത്യം വെളിപ്പെടുത്തുന്ന ഹൃദയഹാരിയായ സാക്ഷ്യങ്ങളുടെ നിര തന്നെ പഴയ നിയമത്തിലുണ്ട്. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെക്കുറിച്ചുള്ള വിവരണത്തെക്കാൾ കൂടുതൽ നാടകീയമായി ഇത് മറ്റൊരിടത്തും കാണപ്പെടുന്നില്ല. മഹാപുരോഹിതനായ അഹ്റോൻ നടത്തിയ ആരാധന വിജാതിയുടെ വ്യാജദേവന്മാർ ആരാധിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ആരാധിച്ചത് ഈജിപ്തിലെ വിജാതീയരുടെ ദൈവാരാധന കടമെടുക്കാൻ വേണ്ടിയല്ല, വിഗ്രഹാരാധനയല്ല. അതല്ല അവിടെ അതിന്റെ അർത്ഥം. ഈ മതഭ്രംശം കൂടുതൽ നിഗൂഢമായ ഒന്നാണ്. മതഭ്രംശമാണത്, തെറ്റാണത്. പക്ഷെ അത് വിഗ്രഹാരാധന, വിജാതിയുടെ വിഗ്രഹാരാധനയായിരുന്നില്ല സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. പിന്നെ എന്തായിരുന്നു? യഥാർത്ഥ ദൈവത്തിൽ നിന്നും വ്യാജദേവന്മാരിലേക്കുള്ള പ്രകടമായ തിരിച്ചുപോക്ക് ഇവിടെ ഇല്ല. പിന്നെന്താണ്? ബാഹ്യമായി ജനത പൂർണ്ണമായും അതേ ദൈവത്തോട് പൂർണ്ണമായും കൂടിച്ചേർന്നാണ് അവിടെ നിൽക്കുന്നത്. യാഹ്വേ എന്ന ഏകസത്യ ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ഈജിപ്തിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു. അവിടുത്തെ നിഗൂഢ ശക്തിയെ കാളക്കുട്ടിയുടെ വിഗ്രഹത്തിൽ നന്നായി പ്രതിഫലിപ്പിക്കാമെന്ന് കരുതുകയാണ്. അവിടെയാണ് പ്രശ്നം. ഏകസത്യ ദൈവത്തിന്റെ ശക്തിയെ കാളക്കുട്ടിയുടെ ദൈവത്തിന്റെ നിഗൂഢ ശക്തിയെ കാളക്കുട്ടിയുടെ രൂപത്തിൽ പ്രതിഫലിപ്പിക്കാമെന്ന് കരുതുന്നു. വിജാതിയുടെ വിഗ്രഹാരാധനയിലേക്കല്ല അവർ പോയത്. എല്ലാം ക്രമമായി കാണപ്പെടുന്നു. ഒരുപക്ഷെ അനുഷ്ഠാനം പോലും ക്രമവിധികളോട് പൂർണ്ണമായും ചേർന്ന് പോകുന്നതായിരിക്കാം. എങ്കിലും ഇത് ദൈവാരാധനയിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്കുള്ള വീഴ്ച തന്നെയാണ്. വിജാതിയുടെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ പോലും സത്യമായ ലിറ്റർജിയിൽ നിന്നുള്ള വീഴ്ച തന്നെയാണ് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ആരാധിച്ചത്. എങ്കിൽ എന്താണ് അവിടുത്തെ തെറ്റ്? ബാഹ്യമായി ആയാസപ്പെട്ട് മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്ന ഈ മതഭ്രംശത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമതായി, വിഗ്രഹങ്ങളെ വിലക്കിയതിന്റെ ലംഘനം ഇവിടെയുണ്ട്. വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല, വിഗ്രഹങ്ങൾ ദൈവങ്ങളായി കണ്ട് ആരാധിക്കാൻ പാടില്ല, അതിന്റെ ലംഘനം ഇവിടെയുണ്ട്. അദൃശ്യനായ അകന്നിരിക്കുന്ന നിഗൂഢ ദൈവവുമായി ഒത്തുപോകാൻ ദൈവജനത്തിന് കഴിയുന്നില്ല. അങ്ങനെയുള്ള ദൈവത്തെ തങ്ങളുടെ ലോകത്തിലേക്ക്, തങ്ങൾക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കുന്നിടത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചു. ആരാധന ഇനിമേൽ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതല്ല, മറിച്ച് ദൈവത്തെ തന്റേതായ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതാണ്. ഇതാണ് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയുടെ പ്രശ്നം. ആരാധന അഥവാ ലിറ്റർജി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതാണ് വേണ്ടത്. അതിന് പകരം തങ്ങളുടെ ലോകത്തിലേക്ക്, തങ്ങളുടേതായ ലോകത്തിലേക്ക് ദൈവത്തെ വലിച്ചിറക്കി കൊണ്ടുവരുന്നതാണ് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. അവർക്ക് ആവശ്യമായി വരുമ്പോൾ ദൈവം അവിടെ ഉണ്ടായിരിക്കണം. അവർക്ക് ആവശ്യമായ വിധത്തിലുള്ള ദൈവമായിരിക്കണം. ഇവിടെ മനുഷ്യൻ ദൈവത്തെ ഉപയോഗിക്കുകയാണ്, ദുരുപയോഗിക്കുക എന്ന് പറയാം. ബാഹ്യമായി തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ പോലും മനുഷ്യൻ വാസ്തവത്തിൽ തന്നെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാകുന്ന അങ്ങനെയാണ്. മനുഷ്യൻ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇതാണ് ഈ വിഗ്രഹാരാധനയുടെ ബേസിക് പ്രശ്നം. അതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ദൈവത്തെ തുള്ളിക്കൊണ്ട് നടക്കാം. ഇപ്പൊ നമ്മുടെ ഈ തൃശ്ശൂര് ഇരിങ്ങാലക്കട രൂപതകളിൽ അമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞ പെരുന്നാള്, അത് ഒരു വിജാതി ആചാരത്തോട് ചേർന്ന് പോകുന്നതാണ്. ദൈവത്തെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ തുള്ളിക്കൊണ്ട് നടക്കാം. അത് സെന്റ് സെബാസ്റ്റിന്റെ രൂപത്തിലോ ഒക്കെയാണ് നടക്കുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തില്. അപ്പൊ അവിടെ പള്ളിയില് സ്വാമി അയ്യപ്പൻ എന്നുള്ള പാട്ട് പാടാൻ അവർക്കൊരു പ്രയാസമില്ല, ബാൻഡുകാർക്ക്. അതിലൊന്നും ഒരു പ്രശ്നം കാണുന്നില്ല. അതോടൊപ്പം തുള്ളാനായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികൾക്കും ഒരു മടിയില്ല. ഈ അയ്യപ്പന്റെ സ്വർണം കട്ട പാട്ട് അമ്പ് പെരുന്നാൾക്ക് പാടുകയാണ്. രാഷ്ട്രീയവും ഈ വിജാതി ആചാരങ്ങളും ഒക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ദൈവത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ, അപ്പൊ ദൈവത്തിലേക്ക് ഉയരുകയല്ല, ദൈവത്തെ തങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് വലിച്ചിറക്കുകയാണ്. ഇതാണ് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയുടെ ഒന്നാമത്തെ പ്രശ്നം. ഇത് നമ്മൾ രണ്ടാമത്തെ ആശയത്തിലേക്ക് നമ്മെ നയിക്കുന്നു. കാളക്കുട്ടിയുടെ ആരാധന സ്വയം സൃഷ്ടമായ ആരാധനയായിരുന്നു. കാളക്കുട്ടിയുടെ ആരാധന സ്വയം സൃഷ്ടമായ ആരാധനയായിരുന്നു. മോശ വളരെ കാലം അകന്നു നിൽക്കുകയും ദൈവം തന്നെ അപ്രാപ്യനാക്കുകയും ചെയ്തപ്പോൾ ജനം അവർക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. ആരാധന സ്വയം സ്ഥിരീകരണത്തിന്റെ ഉത്സവമായി ജനം തങ്ങളെ തന്നെ നൽകുന്ന ആഘോഷമായി മാറുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സ്വയം അടഞ്ഞൊരു വൃത്തമായി തീർന്നുകൊണ്ടുള്ള സന്തോഷം പങ്കിടലും ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗവുമായിട്ട് ലിറ്റർജി മാറുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം
സ്വയം അടഞ്ഞ ഒരു വൃത്തമായി തീർന്നുകൊണ്ടുള്ള സന്തോഷം പങ്കിടലും ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗവുമായി അത് മാറുന്നു. സ്വർണ്ണ കാളക്കുട്ടിക്ക് ചുറ്റുമുള്ള നൃത്തം സ്വാർത്ഥപരമായ ലിറ്റർജിയുടെ പ്രതീകമായി മാറുന്നു. സ്വർണ്ണ കാളക്കുട്ടിക്ക് ചുറ്റുമുള്ള നൃത്തം സ്വാർത്ഥപരമായ ലിറ്റർജിയുടെ പ്രതീകമായി മാറുന്നു. ഇത് ഒരുതരം വിരസമായ ആത്മസംതൃപ്തി മാത്രമാണ്. ഏത് തരത്തിലുമുള്ള സ്വയം പ്രേരിത പ്രാർത്ഥനകളും സ്വാർത്ഥപരമായ പ്രാർത്ഥനകളും ആരാധനയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്. അതാണ് സ്വർണ്ണ കാളക്കുട്ടിയുടെ വിവരണം. ഏത് തരത്തിലുള്ള സ്വയം പ്രേരിതവും സ്വാർത്ഥപരവുമായ ആരാധനയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് കാളക്കുട്ടിയുടെ വിവരണം. ആത്യന്തികമായി ഇത് ദൈവവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് തന്റേതായ കഴിവുകളിൽ നിന്നും മനുഷ്യൻ പടച്ചെടുത്ത് മനോഹരമായ ഒരു ചെറുലോകം തനിക്ക് തന്നെ നൽകുകയാണ്. അപ്പോൾ ആരാധന പൊരുടില്ലാത്തതും വിഡ്ഢിത്തവുമായി മാറുന്നു. ജീവിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധിയുടെ വേഷത്തിൽ നടക്കുന്ന മതഭ്രംശമായി ഇത് കുറെ കൂടെ അധപതിക്കുന്നു. ഒടുവിൽ അവശേഷിക്കുന്നത് നിരാശതയോ ശൂന്യതാബോധമോ ആണ്. ജീവിക്കുന്ന ദൈവത്തെ മനുഷ്യൻ അഭിമുഖീഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വിമോചന അനുഭവം അവിടെയില്ല. ഇതാണ് ജനാഭിമുഖ കുർബാന, സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളൊരു വൃത്തമുണ്ടാക്കിയിട്ട് ഈ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിക്ക് ചുറ്റും അഹറോനും പിന്നെ ജനങ്ങൾ നിന്ന് നൃത്തം ചെയ്തു, ഭക്ഷണം കഴിച്ചു. അപ്പോ എറണാകുളത്ത് പറയുന്നില്ലേ, ഇത് ഒരു ഊട്ടുപുരയാണ്. അതായത് പള്ളി ഒരു ഊട്ടുപുരയാണ്. നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഒരു സ്വയം ഉണ്ടാക്കുന്ന ഒരു വൃത്തം പടച്ചെടുത്ത് അതിന്റെ ഉള്ളില് കുറച്ച് തീറ്റയും കുടിയും ഒക്കെയായി ഒരു സ്വയം ആത്മസംതൃപ്തി, അതിനുവേണ്ടി സ്വയം പ്രേരിത പ്രാർത്ഥനകള്, സ്വാർത്ഥപരമായ ആരാധന, ദൈവത്തെ വലിച്ചിഴച്ച് തങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി എന്ന് പറയുന്നത്. ആരാധന അപ്പോൾ പൊരുളില്ലാത്ത വിഡ്ഢിത്തമായി മാറുന്നു. മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ജീവിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള മതഭ്രംശമായി അത് മാറുന്നു. വിശുദ്ധിയുടെ വേഷത്തിൽ നടക്കുന്ന ജനാഭിമുഖ കുർബാന വിശുദ്ധിയുടെ വേഷത്തിൽ നടക്കുന്ന മതഭ്രംശമാണ്. ഒടുവിൽ അവശേഷിക്കുന്നത് നിരാശതയോ ശൂന്യതാബോധവുമാണ്. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സ്വയം അടഞ്ഞൊരു വൃത്തമായി തീർന്നുകൊണ്ടുള്ള സന്തോഷം പങ്കിടലും ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗവുമായി ലിറ്റർജി അധപതിക്കുന്നു. ഇതുകൊണ്ടാണ് ജനാഭിമുഖ കുർബാന മാറ്റണമെന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ചുപേർ ഉടനെ തന്നെ വരും. എന്താണ് അപ്പോൾ മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാനയോ ലത്തീൻ സഭയിലെ കുർബാനയോ? ഈ പുസ്തകത്തിൽ മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബെനഡിക്ട് മാർപ്പാപ്പ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ സുനോദോസിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ലോകമാസകലം ജനാഭിമുഖ കുർബാന തുടങ്ങിയത്. അത് തിരുത്താനുള്ള ശ്രമങ്ങൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനും കുറെ കൂടി മുന്നോട്ട് പോകേണ്ട, ലോകമാസകലം കിടക്കുന്നതാണ്. ഈ നമ്മുടെ ഇട്ടാവട്ടത്തുള്ള ഒരു ചെറിയ സഭയില് ഈ ജനാഭിമുഖം മാറ്റാനായിട്ട് ശ്രമിച്ചിട്ട് എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കണേ. അപ്പൊ ലോകമാസകലം കിടക്കുന്ന 120 കോടി ലത്തീൻ സഭയിലെ ആളുകളെ എങ്ങനെ മാറ്റും? മെത്രാമാർക്കും വൈദികരും ഈ പുസ്തകം വായിച്ച് പരിചയമുണ്ടോ? ഇനി വായിച്ചാൽ തന്നെയും അത് വിശ്വസിക്കുവോ? ഞാൻ ഇക്കിളിപ്പെടുത്തുന്നത് പറയുന്നില്ല, വളരെ ശാലമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് മെജോറിറ്റി. ഞാൻ ചിലപ്പോഴൊക്കെ ഈ ഞായറാഴ്ച പ്രസംഗങ്ങളുടെ കുറിപ്പുകൾ കാണാറുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ. ഞാൻ സെമിനാരി പോകുന്നതിന് മുമ്പ് കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും കുറിച്ചു വിടണേ. എത്രയോ പുസ്തകങ്ങൾ, ഞാൻ തന്നെ എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തുമാത്രം പുതിയ ആശയങ്ങളുണ്ട്, ആഴപ്പെട്ട സംഗതികളുണ്ട്. അതൊന്നും പ്രസംഗിക്കാനോ പഠിക്കാനോ താല്പര്യമില്ല. അപ്പോൾ വൈദികരുടെ അജ്ഞത, അതിനേക്കാളേറെ നമുക്ക് 60ഓളം മെത്രാന്മാരുള്ളതിൽ 48 പേര് ലിറ്റർജിയോട് താല്പര്യമുള്ളവരല്ല. സീറോ മലബാർ സഭയിലെ 60ഓളം മെത്രാന്മാരിൽ 48 പേര്. പിന്നെ എങ്ങനെയാണ് സിനഡില് ശരിയായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പോൾ ചുരുങ്ങിയ പക്ഷം ഈ പുസ്തകമെങ്കിലും മെത്രാന്മാരെ പഠിപ്പിക്കണം. ലിറ്റർജിയുടെ ചൈതന്യം, അതിന് ഇംഗ്ലീഷാണ് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുക. ഇതും തിരക്കില്ല, നല്ല പരിഭാഷയാണ്. ചിലയിടത്തൊക്കെ ഞാനൊരു വേറെ തരത്തിൽ തർജ്ജമ ചെയ്യും. ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട തരത്തിൽ ദൈവത്തെ വലിച്ചിറക്കിക്കൊണ്ടുവന്ന് ഈ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ആരാധിച്ചതുപോലെ ആരാധിക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് ദൈവത്തിന്റെ മുകളിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് ഈ ജനാഭിമുഖ കുർബാന.
അതുകൊണ്ടാണ് മനുഷ്യനാണ് ദൈവം എന്ന് പറയാൻ അവർക്ക് തോന്നുന്നത്. ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് എന്ന് പറയാൻ തോന്നുന്നത് ദൈവത്തിന് മുകളിലാണ് ഈ ജനാഭ്യു കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നവരും അത് അനുവദിച്ചു കൊടുക്കുന്നവരും സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതാണ് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. മനുഷ്യനെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഏറ്റവും വലിയ പാപമായ വിഗ്രഹാരാധന. അതുകൊണ്ടാണ് മനുഷ്യനാണ് ദൈവം, ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് എന്നെല്ലാം പഠിപ്പിക്കുന്ന പാഷാണ്ഡതകൾ. ആ പാഷാണ്ഡത കണ്ടിട്ടും പ്രതികരിക്കാത്ത ദൈവശാസ്ത്രജ്ഞന്മാരും കാനൻ ലോയേഴ്സും പിന്നെ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് സത്യം പറയുന്നവരെ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ കേൾക്കുക മാത്രമല്ല, അവരെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച് അവരെ മാറ്റി നിർത്തി അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പ്രചരിപ്പിച്ച് സഭയെ നശിപ്പിക്കാനായിട്ട് കൂട്ടുനിൽക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്ത് ഇനിയും ഈ സഭയെ നശിപ്പിക്കാം എന്ന് കരുതുകയാണ്. ഇതിനൊക്കെ ദൈവം ഒരു പ്രതിവിധി കാണും ദൈവത്തിന്റെ സമയത്ത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മതമർദ്ദനത്തിൽ ഉണ്ടാകുന്ന, മതപീഡനത്തിലുണ്ടാകുന്ന വേദനയേക്കാൾ വലിയ വേദനയാണ് ഉള്ളിൽ നിന്നുള്ള ഈ പുഴുക്കുത്തുകൾ മൂലമുള്ള വേദന. നമ്മളത് വല്ലാതെ വേദനിപ്പിക്കുന്നു, ഹൃദയനെറ്റലുണ്ടാക്കുന്നു. പുറത്തുള്ളവർ മർദ്ദിക്കുകയാണെങ്കിൽ, നമ്മൾ കൊല്ലുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ മരിക്കും. ഇത് ഉള്ളിൽ നിന്ന് നമ്മളെ പിച്ചി ചീന്തിങ്ങനെ ഇങ്ങനെ അവയവങ്ങൾ ഓരോന്നായി വെട്ടിമുറിച്ച് മാറ്റുന്നത് പോലെയാണ് വിവരമില്ലാത്തവരുടെ ഭരണം നമുക്ക് സമ്മാനിക്കുന്നത്. വലിയ വേദനയാണത്. അതിനാൽ മാർപ്പാപ്പയ്ക്കും എളുപ്പമായിരുന്നില്ല. ഈ പുസ്തകം എഴുതുന്ന 2000-ലാണ്. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് മാർപ്പാപ്പയാകുന്നത്. ഈ രണ്ടാമത്തെ സൂനദോസിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇദ്ദേഹം നോക്കിയിട്ടാണ് പ്രസിദ്ധപ്പെടുത്തിയത്. അദ്ദേഹം എന്നിട്ട് പറയാണ്, രണ്ടാമത്തെ സൂനദോസിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ജനാഭിമുഖം നടപ്പാക്കിയത്. മാർപ്പാപ്പയായപ്പോൾ അദ്ദേഹം തിരുത്താൻ പറ്റില്ല. തിരുത്താൻ എളുപ്പമല്ല. നമുക്ക് പോലീസും പട്ടാളവും ഇല്ല. പോലീസും പട്ടാളം ഉണ്ടായാലും പറ്റുമോ? നമ്മുടെ ഇന്ത്യ മഹാരാഷ്ട്രത്തെ എത്രയോ തെറ്റായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കത് പെട്ടെന്ന് മാറ്റാൻ പറ്റിയിരുന്നോ? പറ്റിയില്ല. ഇപ്പോഴും ഉണ്ട് പല നിയമങ്ങളും മാറ്റേണ്ടത്. ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ വൃത്തി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പൊല്യൂഷൻ അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ നദികൾ ഈ ആൾക്കാർ ഈ മാലിന്യം വലിച്ചെറിയുന്ന അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും മനുഷ്യർക്ക് ബുദ്ധിയും ബോധവും ഇല്ലെങ്കിൽ ഇതൊന്നും നടപ്പാക്കാൻ എളുപ്പമല്ല. അപ്പൊ സ്വയം ശുദ്ധീകരണത്തിന്റെ, സ്വയം പഠിച്ച് വലുതാകുന്നതിന്റെ, യഥാർത്ഥ സത്യം തിരിച്ചറിയുന്നതിന്റെ ആ ഒരു ശ്രമം നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ഓരോരുത്തരും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതി, നമ്മൾ ഈ ലിറ്ററേച്ചറെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈജിപ്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ എന്ന് പറഞ്ഞ പെസഹായും പുറപ്പാടും എന്ന് പറയുന്നത് സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു പുറപ്പാട്. ലിറ്റർജി എന്താണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് പുറപ്പാട്. അത് വാഗ്ദാനദേശം കൊടുക്കുന്നത് ദൈവം ഭരിക്കുന്ന നാട്ടിൽ ദൈവത്തിന്റെ ആരാധന നടക്കാൻ വേണ്ടിയാ. പക്ഷേ അപ്പോഴും ആ പുരോഹിതന്റെ നേതൃത്വത്തില് ദൈവത്തെ ആരാധിക്കാൻ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ചുറ്റിങ്ങനെ കറങ്ങുന്ന ഒരു ജനാഭിമുഖം, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെങ്കിലേക്ക് നോക്കണം. അതിന് പകരം ഒരു ജനാഭിമുഖം സംഘടിപ്പിച്ചതാണ് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. അത് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ കണ്ടോ? അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള മതഭ്രംശമായി സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ആരാധിക്കുന്ന അധപതിക്കുന്നു. വിശുദ്ധിയുടെ വേഷത്തിൽ നടമാടുന്ന മതഭ്രംശമാണിത്. അപ്പോൾ അവശേഷിക്കുന്നത് നിരാശയും ശൂന്യതാബോധവുമാണ്. ജീവിക്കുന്ന ദൈവത്തെ മനുഷ്യൻ നോക്കുമ്പോഴുണ്ടാകുന്ന വിമോചനത്തിന് അനുഭവം അവിടെയില്ല. ഇതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഈ പുസ്തകം വായിക്കാനായിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. 2, 3, 4, 5 പ്രാവശ്യം വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ പൊരുളുകൾ വെളിപ്പെട്ട് കിട്ടുക. ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കരുത്. കാരണം എന്താ? അപ്പോൾ നമ്മളെക്കാൾ ബുദ്ധി കുറഞ്ഞ ആളാണ് മാർപ്പാപ്പ എന്ന് വരും. അപ്പോൾ ഈ പല പരിവൃത്തി വായിക്കണം. പല പരിവൃത്തി ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ ഉൾപ്പൊരുളുകൾ കൂടുതൽ വെളിപ്പെട്ട് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസും കാണുക, പങ്കുവെക്കുക. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ സ്വയം പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറാകുക. അപ്പോൾ ജനങ്ങൾക്ക് ബോധം വരുമ്പോൾ നമ്മുടെ സഭയ്ക്ക് നല്ല ബോധമുള്ള നേതൃത്വവും ഉണ്ടാവും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.